മാർസിൽ ജീവൻ സാധ്യമാണോ എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസ്ട്രക്ഷൻ സാധ്യമാണോ എന്നുള്ളത്. നാസ അതുപോലെ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിയൊക്കെ ഭൂമിക്ക് ബദലായിട്ട് മാർസിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് അവിടെയുള്ള കൺസ്ട്രക്ഷൻസ് എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ളത്. അതിനൊരു ഉത്തരമാണ് മാർഷ്യൻ കോൺക്രീറ്റ്. നമുക്കറിയാം ഭൂമിയിൽ നിന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇത്രയും ദൂരം എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അതിനു പകരം മാർസിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഡെവലപ്മെൻറ്റിലാണ് എഞ്ചിനീയേഴ്സ് ഇപ്പോൾ ഉള്ളത്. മാർഷ്യൻ കോൺക്രീറ്റിൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സൾഫർ ബേസ്ഡ് കോൺക്രീറ്റും രണ്ടാമത്തത് സ്റ്റാർക്രീറ്റും. സൾഫർ ബേസ്ഡ് കോൺക്രീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാർസ് സൾഫർ കണ്ടന്റ് വളരെ അധികമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 140 to 150 ഡിഗ്രിയിൽ ഇത് മെൽറ്റ് ചെയ്തിട്ട് അവിടുത്തെ ലോക്കൽ സോയിൽ റെഗുലിത് എന്നാണ് അതിന് പേര് പറയാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെള്ളം ആവശ്യമില്ലാത്ത ഒരു സ്ട്രോങ് കോൺക്രീറ്റ് ആയിട്ട് മാറും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇത് വീണ്ടും മെൽറ്റ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത് മാർസിലത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡാവും സ്റ്റാർക്രീറ്റ്. ആസ്ട്രോനട്സിനൊക്കെ പൊട്ടാറ്റോ ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പൊട്ടാറ്റോ സ്റ്റാർച്ചും കുറച്ച് സോൾട്ടും കൂടിയിട്ട് ഈ ഒരു മാർസ് ഓയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇതും അവിടുത്തെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാം എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. കൺസ്ട്രക്ഷൻ്റെ അനന്ത സാധ്യതകളെ കുറിച്ച് അറിയുവാനും പരിചയപ്പെടുത്താനും താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്നെ വളരെയധികം ഫാസിനേറ്റ് ചെയ്യുന്നുണ്ട്.